സി വേണുഗോപാൽ മത്സരിക്കാൻ വന്നാൽ തോൽപ്പിക്കും. നോക്കൂ, ACCയുടെ ചുമതലയുള്ള ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. തോൽപ്പിക്കുമെന്ന് പറയുകയാണ് പ്രവർത്തകർ. ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? അസിത, സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും ഐഡികളുടെ റിപ്പോർട്ടുകൾക്ക് അല്ലെങ്കിൽ കമന്റുകൾക്ക് മറുപടി പറയാൻ സോഷ്യൽ മീഡിയ കമന്റ് അല്ല. സോഷ്യൽ മീഡിയ കമന്റ് അല്ല. കേൾക്കണോ? സോഷ്യൽ മീഡിയ കമന്റ് അല്ല. കണ്ണൂരിൽ നിന്ന് നടന്ന പ്രതിഷേധം കേൾക്കണോ? പിന്നെ ആരാ പറഞ്ഞത്? കേൾപ്പിക്കാം. ഒരു മിനിറ്റ്. കണ്ണൂരിൽ നിന്ന് നടന്ന പ്രതിഷേധം എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. KC വേണുഗോപാൽ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ്. അത്ര വിദൂരമല്ല. അതുപോലെ നമ്മൾ പൊട്ടിച്ചടക്കിടും. വസത, മുഖമില്ലാത്ത ഐഡികളല്ല, കോൺഗ്രസിന്റെ വിജയത്തിനായി തെരുവിൽ പണിയെടുത്ത പച്ചയായ മനുഷ്യർ. എവിടെയാ നടപടി ഉണ്ടായത്? നടപടി ഉണ്ടായില്ലേ? എവിടെ നടപടി ഉണ്ടായില്ലേ? ഇടുക്കി DCCയിൽ നടപടി ഉണ്ടായില്ലേ? 4 പേരെ പദവികളിൽ നിന്ന് നീക്കിയില്ലേ? അതിനെതിരെ ഡീൻ കുര്യാക്കോസ് രംഗത്ത് വന്നില്ലേ? ഒരിടത്ത് നടപടി ഉണ്ടായത് എനിക്കറിയില്ല. നടപടി ഉണ്ടായി വസന്ത്. ആ നടപടിക്കെതിരെ ഡീൻ കുര്യാക്കോസ് രംഗത്ത് വന്നു. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അതാണോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിനെതിരെ എങ്ങനെയാണ് നടപടി ഉണ്ടാകുന്നത്? എന്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ല. അങ്ങ് CPM ലൈൻ പിടിക്കാതെ അങ്ങ് കുറച്ച് കോൺഗ്രസ് ആവ്. ഞങ്ങളെ പോലെ ജനത്തിന്റെ ലൈനാണ്. പറഞ്ഞോളൂ. ജനാധിപത്യത്തിന്റെ ലൈനാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഒരിടത്ത് പെട്രോൾ, ഒരിടത്ത് പാല്, മറ്റൊരിടത്ത് നിൽപ്പ് സമരം. കേരളത്തിലുടനീളം നിങ്ങൾ തെരുവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കലാരൂപത്തിന്റെ പേര് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഫ്ലെക്സ് യുദ്ധം ഇനി എത്ര വന്നാലും ഉളുപ്പുണ്ടോ KC എന്ന ഫ്ലെക്സിന്റെ തട്ട് താണു തന്നെ ഇരിക്കും. ഹോ, ജനാധിപത്യത്തിന് വല്ലാത്തൊരു സൗന്ദര്യം തന്നെ. ജനാധിപത്യം കൂടിക്കൂടി തിങ്കളും ചൊവ്വയും VD, ബുധനും വ്യാഴവും KC, വെള്ളിയും ശനിയും RC എന്ന് തുടങ്ങി മലബാർ VD, തിരുക്കൊച്ചു KC, തിരുവിതാംകൂർ RC എന്നുവരെ ദോഷൈകതൃക്കുകൾ തിരിച്ചും മറച്ചും പലതും പറയും. ആരെന്ത് പറഞ്ഞാലും ജനാധിപത്യത്തിന് ഇത്ര സൗന്ദര്യമോ എന്ന് അത്ഭുതം കൂറണം 102 സീറ്റ് നൽകി വിജയിപ്പിച്ച നാം പൊതുജനം. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. നോക്കൂ, പെട്രോൾ ഒഴിച്ച് സ്വയം കത്തിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു പ്രവർത്തകനെയും ഇന്ന് തെരുവിൽ കണ്ടു VDക്ക് വേണ്ടി. അപ്പോൾ വസന്ത്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുമ്പോഴും ജനാധിപത്യത്തിന്റെ സൗന്ദര്യമൊക്കെ ആയിരിക്കും ഇതല്ലേ? അല്ലാതെ മറ്റെന്താണ് അസിതയ്ക്ക് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായി തോന്നുന്നത്? VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ച് മൗനത്തിൽ അങ്ങനെ തന്നെയാണ് എന്ന് എല്ലാവരോടും പറഞ്ഞ് വോട്ട് മേടിച്ച് അധികാരത്തിൽ വരുമ്പോൾ VSനോട് ഒരു ആർക്കുമില്ലാത്തൊരു പോസ്റ്റർ ഉണ്ടാക്കി കൊടുത്തിട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതാണോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം? ആ വിഷയത്തിന് CPIMന്റെ താരതമ്യത്തിലേക്ക് പോയുള്ള മറുപടി അതിലേക്ക് ഞാൻ വരാം. വസന്തിനുള്ള സമയമുണ്ട്. ഫസ്റ്റ് ചോദ്യം ഡയറക്റ്റ് ആണല്ലോ. ഇന്ന് ഈ തെരുവിൽ കാണുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നാണോ വസന്ത് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ അതിനെ വിശദീകരിക്കുന്നത്? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. KC വേണുഗോപാൽ മത്സരിക്കാൻ വന്നാൽ തോൽപ്പിക്കും. നോക്കൂ, ACCയുടെ ചുമതലയുള്ള ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. തോൽപ്പിക്കുമെന്ന് പറയുകയാണ് പ്രവർത്തകർ. ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും ഐഡികളുടെ റിപ്പോർട്ടുകൾക്ക് അല്ലെങ്കിൽ കമന്റുകൾക്ക് മറുപടി പറയാൻ സോഷ്യൽ മീഡിയ കമന്റ് അല്ല. സോഷ്യൽ മീഡിയ കമന്റ് അല്ല. കേൾക്കണോ? സോഷ്യൽ മീഡിയ കമന്റ് അല്ല. കണ്ണൂരിൽ നിന്ന് നടന്ന പ്രതിഷേധം കേൾക്കണോ? പിന്നെ ആരാ പറഞ്ഞത്? കേൾപ്പിക്കാം. ഒരു മിനിറ്റ്. കണ്ണൂരിൽ നിന്ന് നടന്ന പ്രതിഷേധം അനുകൂലമായി പ്രകടനം ഉണ്ടായിട്ടില്ലേ? KC വേണുഗോപാൽ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ്. വസത, മുഖമില്ലാത്ത ഐഡികളല്ല, കോൺഗ്രസിന്റെ വിജയത്തിനായി തെരുവിൽ പണിയെടുത്ത പച്ചയായ മനുഷ്യർ. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞതിന്റെ പേര് ആരെയും നാക്കിറക്കാനൊന്നും ഈ പാർട്ടി നടപടി ഉണ്ടായല്ലോ. ഇപ്പോൾ ഈ പ്രതിഷേധം ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് വിശദീകരിക്കുമ്പോൾ തന്നെ ആ സൗന്ദര്യത്തിനെതിരെ നടപടി ഉണ്ടായല്ലോ വസന്ത്. ജനാധിപത്യത്തിന് അപ്പോൾ അത്രയും സൗന്ദര്യം മതിയോ? സൗന്ദര്യത്തിന് ലിമിറ്റ് ഉണ്ടോ? നിങ്ങൾ അതിര് കിടക്കുന്നു. എവിടെയാ നടപടി ഉണ്ടായത്? നടപടി ഉണ്ടായില്ലേ? എവിടെ നടപടി ഉണ്ടായില്ലേ? ഇടുക്കി DCCയിൽ നടപടി ഉണ്ടായില്ലേ? 4 പേരെ പദവികളിൽ നിന്ന് നീക്കിയില്ലേ? അതിനെതിരെ ഡീൻ കുര്യാക്കോസ് രംഗത്ത് വന്നില്ലേ? ഒരിടത്ത് നടപടി ഉണ്ടായത് എനിക്കറിയില്ല. നടപടി ഉണ്ടായി വസന്ത്. ആ നടപടിക്കെതിരെ ഡീൻ കുര്യാക്കോസ് രംഗത്ത് വന്നു. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അതാണോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിനെതിരെ എങ്ങനെയാണ് നടപടി ഉണ്ടാകുന്നത്? അവള് പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. എന്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ല. എന്നാൽ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഞാൻ. 4 പേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് ഇടുക്കി DCC. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങ് CPM ലൈൻ പിടിക്കാതെ അങ്ങ് കുറച്ച് കോൺഗ്രസ് ആവ്. ഞങ്ങളെ പോലെ ജനത്തിന്റെ ലൈനാണ്. പറഞ്ഞോളൂ. ജനാധിപത്യത്തിന്റെ ലൈനാണ്. കോൺഗ്രസ് CPM ലൈൻ. ഞാൻ അങ്ങ് CPM ആണെന്ന് പറഞ്ഞില്ല. ഒരു ലൈനും ഇല്ല, ഒറ്റ ലൈനേ ഉള്ളൂ. ആ ലൈൻ ജനാധിപത്യത്തിന്റെ ലൈനാണ്. വസന്ത് പറയൂ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എവിടെ പിണറായി വിജയൻ? എന്താ തോറ്റതുമായി ബന്ധപ്പെട്ട് CPMന്റെ വിശദീകരണം എന്താ? പ്രതിപക്ഷ നേതാവ് ആര് നയിക്കും? പിണറായി വിജയൻ നയിക്കേണ്ട എന്ന് CPI പറഞ്ഞില്ലേ? എന്താ ചർച്ചയില്ലാത്തത്? 10 വർഷം ആ മുന്നണിയെ നയിച്ച മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ, അയാൾ ഇനി പ്രതിപക്ഷത്തെ നയിക്കണ്ട എന്ന് ഘടകകക്ഷി പറഞ്ഞില്ലേ?
CPI പറഞ്ഞില്ലേ? അതിനേക്കാളും വലിയ വാർത്തയാണ് ഇത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ശരി വസന്ത്, ഞാൻ മടങ്ങി വരാം. ഞാനൊന്ന് ഇടപെട്ടെ. എന്തായാലും രണ്ട് കാലിലും മന്തുള്ളവർ ഒരു കാലിൽ മന്തുള്ളവരെ നോക്കി ഇത്തരം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ രസമുണ്ട്. ശരി, പൂർത്തിയാക്കിക്കോളൂ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഉമ്മൻചാണ്ടിയുടെ പടമുള്ള ഫ്ലെക്സ് വലിച്ചു കീറുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നുവെന്ന് ഫേസ്ബുക്കിൽ കവിത കുറിക്കുന്നു. എന്താണ് വസന്ത് ഇങ്ങനെയൊക്കെ? ഈ നിലയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്നതാണ് പ്രശ്നം. ഇങ്ങനെയായിരുന്നെങ്കിൽ MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനമെടുത്തത് എന്തിനായിരുന്നു? MP-മാർക്ക് മത്സരിക്കാമായിരുന്നല്ലോ. മത്സരിച്ച ശേഷം അതിൽ നിന്ന് തെരഞ്ഞെടുക്കാമായിരുന്നല്ലോ. ഇവിടെ ഇപ്പോൾ KC വേണുഗോപാൽ മത്സരിക്കാൻ വന്നാൽ ഞങ്ങൾ തോൽപ്പിക്കുമെന്ന് പറയുന്നതിന് തന്നെ ആധാരം എന്താണ്? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഇനി മറ്റാരെങ്കിലും ആയിക്കോട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അവർക്ക് അവരുടെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവിനെയോ ഒക്കെ സമയമെടുത്ത് തീരുമാനിക്കാം. അതിലൊരു പ്രശ്നവുമില്ല. ആ സമയദൈർഘ്യത്തെ, ആ കാലതാമസത്തെ കുറിച്ച് അല്ല വസന്ത് ചർച്ച പോലും. അവിടെയാണ് പ്രശ്നം. അതാണ് വിശദീകരിച്ചത്. അല്ലല്ല, അസിത പറയുന്നതിന് ഞാൻ തിരുത്താം. അസിത പറഞ്ഞപ്പോൾ ഞാൻ കേട്ടല്ലോ. അസിത വെയിറ്റ്, ഞാൻ പറയാം. അവിടെയാണ് പ്രശ്നം. സജീവന്റെ ആ ടേക്കിനെ അങ്ങും ഈ പാനൽ ആകെ എടുക്കുകയാണെങ്കിൽ ശ്രീ ഗോപന്റെ ആവശ്യം ഈ ചർച്ചയിലില്ല. കാരണം എന്താ? കോൺഗ്രസ് പാർട്ടി അവരുടെ മുഖ്യമന്ത്രിയെ സമയമെടുത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് CPM ന്റെ ആവശ്യം പൂച്ചയ്ക്ക് എന്താ പൊന്നിരിക്കുന്നിടത്ത് കാര്യം? ആ പ്രതിപക്ഷ ബഹുമാനം കൊടുത്തുകൊണ്ടാണെന്ന് പറഞ്ഞത്. CPIയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വാർത്ത ചോർന്നെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല. CPI പറഞ്ഞു പിണറായി വിജയൻ വേണ്ട. ഇനി മുൻ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഫേസ്ബുക്കിൽ കുറിച്ചു, ഈ പാർട്ടി സെക്രട്ടറി കാരണമാണ് ഇങ്ങനെ അധപതനം ഉണ്ടായത്. ഇല്ലേ? കുറിച്ചില്ലേ? ഇന്നലെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾക്ക് എം വി ഗോവിന്ദനെതിരായി TK ഗോവിന്ദൻ വീട്ടിൽ വന്നതിന് ശേഷം കോടിയേരിയുടെ മകൻ എന്താ സ്റ്റേറ്റ്മെന്റ് നൽകിയത് നോക്ക്. അപ്പൊ CPM-ൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറുന്നതിനെ കുറിച്ചാണ്. അതിനുശേഷം എന്തിനാണ് ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്ന് ഫേസ്ബുക്കിൽ കവിത രചിക്കുന്നത്? ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് അല്ലല്ല, ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറിയവൻ ആരാണെങ്കിലും അത് ഞങ്ങളിൽ പെട്ടവനല്ല എന്ന് ഔദ്യോഗികമായി ഞാൻ പറയാൻ താല്പര്യപ്പെടുക. അയാൾ ആരാണെങ്കിലും ആ കാണിക്കുന്നത് ശരിയല്ല. ഏത് താല്പര്യത്തിന്റെ പുറത്താണെങ്കിലും ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനായ ഒരു മനുഷ്യനെ 100% കോൺഗ്രസ് ആയിരുന്ന ഒരാളെ അയാളുടെ ഫ്ലെക്സ്, അയാളുടെ ചിത്രം കീറുന്നവൻ ആരാണെങ്കിലും അവൻ ഞങ്ങളിൽ പെട്ടവനല്ല. എഴുതി വെച്ചോ. അത് എന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എടുത്തോ. അങ്ങനെ ഒരാൾ ഈ പാർട്ടിയിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. എന്താ എന്റെ ഉദ്ദേശം? അല്ലല്ലോ, അത് ശരിയല്ലല്ലോ. അസിത ഈ വിഷയത്തിൽ ഞങ്ങളാണ് ഡിഫൻസ് നിൽക്കുന്നത്. അങ്ങനെ ഡിഫൻസ് നിൽക്കുമ്പോൾ അസിത അതിന്റെ എനിക്ക് മറുപടി പറയാൻ അവസരം തരാതിരിക്കുന്ന എന്ത് നീതികേടാ? ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. അങ്ങനെയാണെങ്കിൽ MP-മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം എന്തിനായിരുന്നു? KC വേണുഗോപാൽ, ഈ 3 പേരിൽ ഒരാൾ KC വേണുഗോപാൽ MP-ആണ്. കോൺഗ്രസ് പാർട്ടി എന്റെ അസിത, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ MLA-മാർ ഒരാളുടെ പേര് നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ ആളുടെ പേര് നിർദ്ദേശിക്കുന്നു, മൂന്നാമത്തെ ആളുടെ പേര് നിർദ്ദേശിക്കുന്നു. ആ 3 പേരെ ഹൈക്കമാൻഡ് കേൾക്കാൻ വേണ്ടിയാണല്ലോ ഇപ്പൊ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്ത് കാണിച്ചല്ലോ. രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് പോവുകയാണ്. VD സതീശൻ അടക്കമുള്ള ആ ഒരു കോൺഗ്രസിന്റെ MLA-മാർ, പാർലമെന്ററി പാർട്ടിയിൽ ഉയർന്നു വന്ന പേരുകൾ 3ഉം പാർട്ടി പരിഗണിക്കും. അത് മാത്രമല്ല, ഐക്യകണ്ഠമായി കോൺഗ്രസ് പ്രസിഡന്റിനെ ആരാണ് CLP ലീഡർ എന്ന് തീരുമാനിക്കാൻ വേണ്ടി MLA-മാർ ആകെ നിയോഗിച്ചിട്ടുണ്ട്. അത് ഐക്യകണ്ഠനം ആ പ്രമേയം പാസ്സായിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസ് പ്രസിഡന്റിന്റെ കയ്യിലാണ് ഇനി എന്ത് പന്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രസിഡന്റ് ആ ഉയർന്നു വന്ന 3 പേരുകളും പരിഗണിക്കും. വെറുതെ കിടന്ന് ഉരുളാദാശനെ